രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കാക്കി കണ്ടന്റ് ചെയ്ത യൂട്യൂബേഴ്സിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ രേണുസുധി. തന്റെ ലൈവ് ആസ്വദിച്ച് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടവരെല്ലാം നാണമില്ലാത്തവരാണെന്നാണ് രേണുസുധി ലൈവിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിൻ്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ സബിൽ? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ ഞാൻ നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായിപ്പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുധിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ രേണുസുധിക്ക് ഒന്നുമില്ല. രേണുസുധി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചുമില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദയ്ക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്, മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും, മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ ലൈവ് ഇടും.